ഓടി വാ. ഇനി നല്ല മഴയത്തും തണുപ്പത്തും നല്ല ചൂടോട് കൂടിയൊരു മന്തി കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ വീട്ടിൽ നോക്കിയപ്പോൾ വീട്ടിൽ റൈസോ ചിക്കനോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വിചാരിച്ചു പെട്ടെന്ന് അസ്ഡേയിൽ വന്നിട്ട് ഒരു ക്വിക്ക് ഷോപ്പിംഗ് നടത്തിയിട്ട് തിരിച്ചു പോകാം. അപ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പോയല്ലോ. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഹോൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി റൈസ് നോക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് വേൾഡ് ഫുഡ് സെക്ഷനിലാണ്. അവിടെ നിൽക്കുന്നത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് വരുന്നതിൻ്റെ ഒരു സെക്ഷനിലാണ്, സ്നാക്ക് വരുന്ന സെക്ഷൻ. ഇവിടെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു സാധനമുണ്ട്, കോൺഫ്ലെക്സ് മിക്സ്ചർ. ഇതിനെല്ലാ മധുരവും എരിവും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന ഒരു ടേസ്റ്റാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മളൊരു സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ ഇവിടുന്ന് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഈ റൈസ് ആകുമ്പോൾ കുറച്ച് ലോങ് ആയിരിക്കും, അപ്പോൾ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ റൈസ് ആണെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞങ്ങൾ ഇന്ന് മെയിൻലി അസ്ഡേയിലേക്ക് വന്നത് ഈ ഒരു റൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മന്തി ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും സെല്ല റൈസ് വേണം. തൊട്ടടുത്തുള്ള ഇന്ത്യൻ ഷോപ്പൊക്കെ ക്ലോസ് ആയി. അത് കാരണം നമുക്ക് 20 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്തിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ പോയി വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ടെസ്കോയിലും അൽദിയിലും അസ്ഡയിലും ഒക്കെ ഷോപ്പ് ചെയ്യാറുണ്ട്. അവിടുത്തെ കാർഡ് വെച്ചിട്ട്, ക്ലബ് കാർഡ് വെച്ചിട്ട്, മസ്ഡ കാർഡ് വെച്ചിട്ടൊക്കെ ഓഫേഴ്സ് ഒരുപാടുണ്ടെങ്കിലും വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഒട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ്സ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ ചിക്കനൊക്കെ ഇനി കട്ട് ചെയ്തെടുക്കണം. ക്യാപ്സിക്കം, മലയിലൊക്കെ ഉണ്ട്. നാട്ടിൽ ഞാൻ അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോയിട്ടില്ല, മീൻസ് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. കാരണം നമ്മളെപ്പോഴും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമല്ലോ നാട്ടിലുണ്ടാവുക. അപ്പോൾ എനിക്ക് നാട്ടിൽ അരിയുടെ വിലയോ അല്ലെങ്കിൽ വെജിറ്റബിൾസിനൊക്കെ എന്ത് റേറ്റ് ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഞാൻ തന്നെ ഷോപ്പിങ്ങിന് പോകാൻ തുടങ്ങിയതും നമ്മൾ ഇപ്പോൾ ഈ റേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും. ഇന്നൊരു 5 kg സെല്ല ബസ്മതി റൈസ് മേടിച്ചപ്പോഴേക്കും 11 പൗണ്ട്, അത് ഓഫറോട് കൂടിയിട്ട് 11 പൗണ്ട് ആയിരുന്നു. മീൻസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 1100 റുപ്പീസ്. പിന്നെ ഈ ഒരു ചിക്കൻ 1.5 kg, അതിന് 3 പോയിന്റ് സംതിങ്, ഏകദേശം നമ്മുടെ നാട്ടിലെ 300 റുപ്പീസ് ഒക്കെയാണ് വരുന്നത്. ഞാൻ വന്ന പാടെ തന്നെ പിന്നെ മോള് മേലെ എഴുകിച്ചു. അതാകുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് നിന്ന് കുക്ക് ചെയ്ത് ഫുഡ് കൊടുക്കാമല്ലോ അവൾക്ക്. അങ്ങനെ ഇപ്പം ഞാനിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ചിക്കനൊക്കെ കട്ട് ചെയ്ത് വരാം. ഞാൻ ഈ മന്തി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു. അതിൽ ഓരോന്നിലും ഓരോ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ചിലതിനകത്ത് നമ്മൾ അതിനകത്ത് മസാല ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ ഒക്കെ കൂടി പേസ്റ്റ് ആക്കുന്നുണ്ട്. ഞാൻ ദേ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബസ്മതി റൈസ് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തു. അതിനകത്ത് 3 മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഇനി ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ്. മസാലയ്ക്ക് ടൊമാറ്റോ, പിന്നെ ഒരു 3 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുരുമുളക്, ദെൻ കാശ്മീരി ചില്ലി, ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കുന്നത്. ഇപ്പോൾ വെള്ളം തിളയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ റൈസൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇവിടെ റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ലോങ് റൈസ് ആണ്, അസ്ഡേര ബ്രാൻഡ്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, ഒന്നും ഒന്നിനോട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നില്ല. പിന്നെ ഞാനിവിടെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ മസാലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി. ഇതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടറും. ഞാൻ ഇതിനകത്തേക്ക് വേണ്ട ക്യാപ്സിക്കം ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ കുക്കറിൽ ഒറ്റ വിസിൽ കുക്ക് ചെയ്തെടുക്കും. നമ്മുടെ ചിക്കനിൽ ഒരു വിസിൽ വന്നിട്ട് അതിൻ്റെ ആ ഒരു പ്രഷർ പോകാനായിട്ട് മാറ്റി വെച്ചിരിക്കുവാണ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മന്തിക്കുള്ള ടൊമാറ്റോ ചട്നി പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ടൊമാറ്റോ, ഒരു സവോളേൻ്റെ ഹാഫ്, പിന്നെ ഒരു വെളുത്തുള്ളി, ഒരൽപ്പം ഇഞ്ചി, കൊറിയൻഡർ ലീവ്സ്, ഇതെല്ലാം കൂടി പേസ്റ്റ് ആക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു കാര്യം വിട്ടുപോയി, ഇതിനകത്ത് പച്ചമുളകും വേണം, എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ടൊമാറ്റോ ചട്നി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ വെന്തു. ആ ചിക്കൻ്റെ മേളിലേക്ക് ഞാൻ ഫസ്റ്റ് ലെയർ ഓഫ് റൈസ് ഇട്ടു. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റിയതേ ഈ ഒരു ഗ്രേവി ഒഴിച്ചു. പിന്നെ നമുക്കിനി പച്ചമുളക് വെക്കാം. എന്നിട്ട് വീണ്ടും ഒരു ലെയർ റൈസ് കൂടി ഇട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ആ ഒരു ഗ്രേവി വീണ്ടും മേളിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. മന്തി ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഓൾറെഡി ചട്നി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മയണൈസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ മുട്ടയും സൺഫ്ലവർ ഓയിലും പിന്നെ നാരങ്ങയും
വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുൾ മെസ്സായി കിടക്കുമായിരുന്നു. എല്ലാം ഞാൻ തുടച്ച് ക്ലീൻ ചെയ്ത് ഇവിടെ മെസ്സായി കിടന്ന മുഴുവൻ പാത്രങ്ങളും കഴുകി വെച്ചു. അപ്പോൾ നമുക്ക് മയണൈസും ഉണ്ടാക്കിയിട്ട് നേരെ ഫുഡ് കഴിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ മയണൈസ് ഉണ്ടാക്കട്ടെ. മയണൈസിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയും ഉപ്പും പുളിപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ട് ഇത് തിക്കാവാൻ വേണ്ടിയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് വീണ്ടും നമ്മൾ പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മന്തി ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. ദേ നമ്മുടെ ചട്നി അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് നല്ല തിക്കായിട്ട് തന്നെ മയണൈസ് കിട്ടിയിട്ടുണ്ട്. ദേ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഭയങ്കരമായിട്ട് തിക്കായിട്ടുണ്ട്. ഞാൻ കഴിച്ചില്ല വെച്ചാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഞാൻ ദുബായിൽ പോയപ്പോൾ കഴിച്ച അറബിക് മന്തിയാണ്. ഇപ്പോഴും എൻ്റെ വായിൽ ആ ടേസ്റ്റ് നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്ന് നിറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് സെർവ് ചെയ്യാം. വലിയ ചിക്കൻ പീസും പിന്നെ നമ്മുടെ റൈസും നല്ല മണം വരുന്നുണ്ട്. ആ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ നല്ല മണം. പിന്നെ നല്ല തിക്കായിട്ടുള്ള മയണൈസും പിന്നെ നമ്മുടെ ടൊമാറ്റോ ചട്നി. അപ്പം നിങ്ങൾക്ക് മന്തി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.